പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. വലതുവശത്തെ കള്ളൻ. ഇടതുവശത്തായാലും എന്താണെന്ന് ചോദിക്കരുത്. ഈ പടത്തിൻ്റെ പേര് വലതുവശത്തെ കള്ളൻ എന്നാണ്. ജിത്തു, അതുപോലെ ബിജു മേനോൻ, ജോജു ജോർജ്, ഈ മൂന്ന് പേരും നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. ഈ ബിജു മേനോനും ജോജുവും കൂടെ ഒന്നിച്ചൊരു ഫ്രെയിമിൽ വരുമ്പോൾ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ രണ്ടുപേരുടെയും ചില രീതികളൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഒരു മാസ്റ്റർ ബ്രെയിനായ ജിത്തു ജോസഫും കൂടെ ഒന്നിക്കുമ്പോൾ എന്താണ് ഇതിനകത്ത് കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ, അതുതന്നെയാണ് വലതുവശത്തെ കള്ളനെ നമുക്ക് പ്രിയങ്കരമാക്കുന്നത്. ചിത്രം കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു ചിത്രം തന്നെയാണ്, അല്ലാതെ അത്ര മോശം ചിത്രമൊന്നും അല്ല. എന്നാൽ ബ്രില്യൻ്റ് ആണെന്ന് പറയാനും പറ്റത്തില്ല. നമ്മളെപ്പോഴും ജിത്തുവിൻ്റെ പടം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ജിത്തുവിൻ്റെ പടം കാണുമ്പം നമ്മൾ ദൃശ്യം 1ഉം ദൃശ്യം 2ഉം അതുപോലെ ജിത്തുവിൻ്റെ പഴയ പല പടങ്ങളും ഉണ്ട്. എൻ്റെ പോലെ മെമ്മറീസ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. അതാണ്. അപ്പോൾ ആ ചിത്രവുമായിട്ടാണ് തുലനം ചെയ്ത് എപ്പോഴും ജിത്തുവിൻ്റെ പടങ്ങൾ നമ്മൾ സംസാരിക്കാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിരാശപ്പെടുത്തുന്ന ഒരു അനുഭവമായിരിക്കും വലതുവശത്തെ കള്ളൻ നമുക്ക് തരുന്നത്. പക്ഷേ ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെ മനുഷ്യൻ്റെ സങ്കീർണമായ അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചിത്രമായിട്ട് തോന്നി. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഭയങ്കര ട്വിസ്റ്റും ഒരു ത്രില്ലർ മൂഡിലുള്ള ചിത്രം, എന്നാൽ ഭയങ്കര കംപ്ലീറ്റ് ഇല്ല. ദൃശ്യം കാണുന്ന പോലെയുള്ള ട്വിസ്റ്റുകളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് പോയി. ജിത്തു എന്ന് നോക്കുമ്പോൾ ട്വിസ്റ്റുകളുടെ തമ്പുരാൻ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിരാശപ്പെടുത്തും. പക്ഷേ ഒരു പുതിയ ജിത്തു ജോസഫിനെ വിട്ടതിന് ശേഷം നമ്മളൊരു ചിത്രം കാണാൻ പോയി, അത് നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മൾ മിക്കവാറും ചിത്രങ്ങളെല്ലാം തുലനം ചെയ്യുന്നത് ഈ ഏത് സംവിധായകൻ്റെയും കഴിഞ്ഞ ചിത്രവുമായിട്ട് തുലനം ചെയ്താണ് സംസാരിക്കുന്നത്. അത്രയും നന്നായിട്ടില്ല, അത്രമേൽ വന്നിട്ടില്ല, നമ്മൾ നിരാശപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് അതുമായിട്ട് തുലനം ചെയ്തത്. ഇപ്പം മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിൻ്റെ ആയാലും ജിത്തുവിൻ്റെ ആയാലും ഏത് സംവിധായകൻ്റെ ചിത്രമായാലും സംവിധായകൻ്റെയോ നടൻ്റെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുന്നതെന്ന് പറഞ്ഞാൽ മുൻകാല ചിത്രങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി അതാണ് നമ്മളെ നിരാശപ്പെടുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ചിത്രം തന്നെയാണ് വലതുവശത്തെ കള്ളൻ എന്നെനിക്ക് തോന്നി. ആദ്യ പകുതി ചിലവർക്കൊക്കെ ഇഴച്ചിൽ അനുഭവപ്പെടും. ലളിതമായ രീതിയിൽ വളരെ പയ്യെ കഥ പറഞ്ഞു പോകുന്ന ഒരു രീതി തന്നെയാണ്. പക്ഷേ ഇൻ്റർവെയിൽ കഴിഞ്ഞ് വളരെയധികം സ്മൂത്തായിട്ട് ചിത്രം പോകുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ രണ്ടാം പകുതി സെക്കൻഡ് ഹാഫിലെ പല സംഭവങ്ങളുടെയും ലിങ്ക് കിടക്കുന്നത് ആദ്യ പകുതിയിലാണെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ആദ്യ പകുതി നമുക്ക് കാണാൻ അത്രമേൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല, പലപ്പോഴും കണ്ടുപോകുന്നു എന്നുള്ളൂ. പക്ഷേ രണ്ടാം പകുതി കണ്ടു കഴിയുമ്പോൾ ഈ സാധനത്തിൻ്റെ മറ്റേതാണ് എന്ന് നമുക്ക് തോന്നുന്ന പഴയ ജിത്തു മാജിക്ക് ഈ ചിത്രത്തിലും അങ്ങിങ്ങായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തിരക്കഥ ജിത്തു ജോസഫിൻ്റെ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തോമസ് ഈലൻ ആണ് ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. തിരക്കഥയിൽ ചില പോരായ്മകളുണ്ട്. ഒരു നല്ലൊരു മെസ്സേജ് പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ത്രില്ലർ രീതിയിൽ പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ അത് നേരാവണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിന് ഇവർ ത്രില്ലർ മൂഡിനെ അതുപോലെ ജിത്തുവിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മെത്തേഡ് യൂസ് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമകരമായ ദൗത്യമാണ്. അത് ഒരു പരിധിവരെ വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ത്രില്ലർ രീതിയിൽ അല്ലാതെ പറഞ്ഞു പോയിരുന്നെങ്കിൽ ഭയങ്കര ബോറായിട്ട് നമുക്ക് മാറിയേനെ. വലിയ ബോറില്ലാതെ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം തന്നെ മികച്ച അഭിനയം പുലർത്തിയിട്ടുണ്ട്. നമ്മുടെ ബിജു മേനോനായാലും ജോജു ജോർജ് ആയാലും ലിഷോയ്, അതുപോലെ ലെന, നിരഞ്ജന, ഇർഷാദ് അലി, ഇവരൊക്കെ തന്നെ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആരെയും തെറ്റ് പറയാനൊന്നുമില്ല. തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പറയുകയാണെങ്കിൽ തെറ്റ് കണ്ടുപിടിക്കാം അല്ലേ. അതുപോലെ ഈ പല ചിത്രങ്ങളും ജിത്തുവിൻ്റെ പല ചിത്രങ്ങളും ഇതിനകത്ത് ജിത്തുവിൻ്റെ ചിത്രം കാണാൻ പോകുമ്പോൾ
ത്രില്ലർ ഫാക്ടർ മിസ്സിങ് ആണ്. ത്രില്ലർ പ്രതീക്ഷിച്ചൊക്കെ പോവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് മിസ്സിങ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ജിത്തു എന്ന് നോക്കുമ്പം ഈ എന്താ ട്വിസ്റ്റുകളുടെയും ത്രില്ലറിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിനായിട്ടാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ കരുതുകയാണെങ്കിൽ ത്രില്ലർ ഇതിനകത്ത് മിസ്സിങ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. അത് ഒരു പരിധിവരെ നമുക്ക് ചില ചിത്രങ്ങളിൽ, ജിത്തുവിൻ്റെ ചില ചിത്രങ്ങൾ അത് വൻ വിജയമാകും, നമ്മളെ ഹൃദയം കീഴടക്കുക എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് ദൃശ്യമൊക്കെ കണ്ടു കഴിയുമ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ദൃശ്യത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ പോകുന്നത്. പക്ഷേ ഇത് പലപ്പോഴും നമ്മളെ അങ്ങനെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തോന്നി. അതുപോലെ ക്ലൈമാക്സ് അല്പം കൂടെയൊക്കെ നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നാലും നമ്മളെ ബോറടിപ്പിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു ചിത്രം തന്നെയാണ് വലതുവശത്തെ കള്ളൻ എന്നെനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയും. ഒരു പടം കണ്ടതിന് ശേഷം രണ്ടോ അഭിപ്രായം അടി, എല്ലാ കാര്യത്തിനും രണ്ടോ അഭിപ്രായമുണ്ട്. ഒന്നുകിൽ ഈ പടം കൊള്ളാമെന്ന് പറയും, അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയും. അപൂർവം ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നല്ലത് എന്ന് പറഞ്ഞ് എല്ലാവരും നല്ലതെന്ന് പറഞ്ഞാലും ചിലവർക്കൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ലതെന്ന് പറയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലവരെങ്കിലും നല്ലതല്ല ചീത്തയാണെന്ന് പറയും. അപ്പോൾ സിനിമയുടെ ചരിത്രത്തിൽ ഒരു ചിത്രത്തെ പറ്റിയും എല്ലാവരും കൂടെ നല്ലത് എന്ന് പറഞ്ഞ ഒരു ചിത്രം പോലും ഇല്ല എന്ന് തോന്നുന്നു. ഏതെങ്കിലുമൊക്കെ രീതിയിലെ മോശം കണ്ടെത്തും. അങ്ങനെ നോക്കുവാണെങ്കിൽ എൻ്റെ അഭിപ്രായം അനുസരിച്ച് കണ്ടുകൊണ്ടിരിക്കാം, ഒന്നും നിൽക്കുന്നില്ല. മിനിമം ലെവൽ ജിത്തുവിൻ്റെ ഒരു ചിത്രം. ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതാണ് ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ഏതായാലും ചിത്രം കണ്ടവർ അഭിപ്രായം പറയുക, കാണാത്തവർ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയിട്ട് അഭിപ്രായം പറയുക. അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയാനാ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.